പ്രൈസ് ഗോഡ്. പ്രഭാതവന്ദനം. ജേണി വിത്ത് ഹോളി സ്പിരിറ്റിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവിക ദൂത് ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലകളിൽ ഒത്തിരി വേദനയോടെ പ്രയാസത്തോടെ ആയിരിക്കാം ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയത്. ഈ പകൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു വലിയൊരു പ്രഭാതത്തിലേക്ക്, ഒരു വലിയൊരു ആനന്ദത്തിൻ്റെ ദിവസത്തിലേക്ക് നിങ്ങൾ കൊതിച്ച് എഴുന്നേറ്റ് വരുന്ന ഈ പ്രഭാതത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ദൂത് നിങ്ങളോട് കൈമാറാനുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. അതേ പ്രിയരെ, പത്മോസിൻ്റെ ദ്വീപിൽ ഏകാന്തതയ്ക്കകത്ത്, ഒറ്റപ്പെടലിൻ്റെ അകത്ത് എല്ലാം തകർന്നവനായി, ഒരു പ്രതീക്ഷയുമില്ലാതെ വയോവൃദ്ധനായി ഏകദേശം 90-ലധികം പ്രായമുള്ള ഒരു മനുഷ്യൻ പത്മോസിൻ്റെ ദ്വീപിൽ അകപ്പെട്ട് ജീവിതത്തിനകത്ത് എല്ലാം ശൂന്യമായി നിൽക്കുമ്പോൾ, എല്ലാം തകർച്ചയുടെ നടുവിൽ യോഹന്നാന്റെ മുൻപിൽ സ്വർഗം തുറക്കുന്നൊരു കർത്തൃദിവസം വെളിപ്പെട്ടു. ആ കർത്തൃദിവസത്തിനകത്ത് യോഹന്നാൻ കാണുന്ന ആഴമേറിയ സഭകളുടെ ആഴമേറിയ പ്രവചനങ്ങൾ യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് 7 സഭകളെ പറ്റി കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് നാം വായിച്ച വാക്യം, ആമേൻ, അതിൽ ഒരു സഭയോട് ദൈവാത്മാവിൽ യോഹന്നാൻ കൈമാറുന്ന, അല്ലെങ്കിൽ ദൈവം യോഹന്നാനോട് കൈമാറിയ ഒരു ദൂതാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അതേ പ്രിയരെ, ഈ പകലിൽ ദൈവം നമ്മെ വിളിച്ചത് ജയിപ്പാൻ വേണ്ടിയാണ്. പല പ്രതിസന്ധികളിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. എവിടെയൊക്കെ ഒറ്റപ്പെട്ടെടുത്തായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ഈ പകൽ ദൈവാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ചില മേഖലകളെ ജയിപ്പാൻ ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തുന്ന ദിവസമായി മാറട്ടെ. ഈ പകൽ ചില മേഖലകളിലേക്ക് സ്റ്റെപ്പിൻ വയ്ക്കുമ്പോൾ, ചില മേഖലകൾക്കൊക്കെ താഴമേറി ഒറ്റപ്പെടലും ജീവിതത്തിൻ്റെ നിലവാരങ്ങളിൽ ഏതൊക്കെ ശൂന്യതകൾ അനുഭവിക്കുമ്പോൾ, ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടാൻ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങൾ ജയിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് പലപ്പോഴും പരാജയങ്ങൾ വന്നേക്കാം. എഴുതിയ എക്സാം പരാജയപ്പെട്ടേക്കാം. ജീവിതത്തിനകത്ത് ഒട്ടനവധി പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിലും ഇന്നും നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായിരിക്കാം. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം: ജീവിതത്തിനകത്തുള്ള ചെറിയ പരാജയങ്ങൾ ഒരിക്കലും നിങ്ങൾ തോറ്റെന്ന് പറയാൻ കഴിയത്തില്ല. ചില പരാജയങ്ങൾ ഒരിക്കലും ചിന്തിച്ചു പോകരുത്, ദൈവമേ, എൻ്റെ ജീവിതം പരാജയപ്പെട്ടല്ലോ, എൻ്റെ കുടുംബം പരാജയപ്പെട്ടല്ലോ, എൻ്റെ തലമുറയുടെ ഭാവി പരാജയപ്പെട്ടല്ലോ. പ്രിയരെ, ദൈവം നമ്മെ വിളിച്ചത് പരാജയപ്പെടാനല്ല. നമ്മുടെ മുൻപിൽ, കണ്ണിൻ്റെ മുൻപിൽ ചില തോൽവികൾ ഉണ്ടായേക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ ഒരു ഉറപ്പ് ഞാൻ പറയാം: ദൈവം നമ്മെ ആത്യന്തികമായി വിളിച്ചത് ഒരു അവസാന ജയത്തിലേക്കാണ്. ആമേൻ. ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രവചനത്തോടെ, ഒരു പ്രവചനാത്മാവിൽ കൈമാറട്ടെ. എവിടെയൊക്കെ പരാജയപ്പെട്ടോ അവിടെയൊക്കെ ജയിപ്പാനുള്ള ഒരു അധികാരം ദൈവം നിങ്ങളുടെ മേൽ തരികയാണ്. നിങ്ങളുടെ കൂടാരത്തിനകത്ത് ആ ഒരു ജയത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുകയാണ്. കാരണം നിങ്ങൾ പരാജയപ്പെട്ട ഒരു ദൈവത്തെ അല്ല നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്, നിങ്ങൾ ജയിച്ച ജയാളിയായ ദൈവത്തെയാണ്. ഈ പകൽ കർത്താവിനോടൊന്ന് പറയാമോ: കർത്താവേ, ആമേൻ, ഈ പകൽക്കാലം ഞാൻ കർത്താവിൻ്റെ കൂടെ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഈ പകൽ ഒരു ഉറപ്പ് ഞാൻ പറയാം: ആമേൻ, ചില തോറ്റ മേഖലകൾക്കകത്ത് ദൈവിക ജയം വെളിപ്പെടും.
ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാം, എവിടെയൊക്കെ ഏതൊക്കെ എക്സാമിൽ പരാജയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്, കുടുംബജീവിതം പരാജയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്, ഏതൊക്കെ മേഖലകൾക്കകത്ത് ശൂന്യത അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, ഈ പകൽ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ജയം വെളിപ്പെടും. കാരണം നിങ്ങൾ തോൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ തോൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ജയിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. അതേ പ്രിയരെ, ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇസ്രായേലിന്റെ മുൻപിൽ, ഒരു രാജ്യത്തിന്റെ മുൻപിൽ ഒരു രാജ്യത്തിന് മുഴുവനും വെല്ലുവിളിയായി ഒരുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നീണ്ട ദിനരാത്രങ്ങൾ അവൻ വെല്ലുവിളിക്കുകയാണ്, രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ഒരു വ്യക്തി ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ്. രാജ്യത്തിലെ രാജാവ് ഉൾപ്പെടെ സകലൻ ഭയത്താൽ, തോൽവിയുടെ ഭയത്താൽ ആകുലപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയട്ടെ, ആരെങ്കിലും തോറ്റുപോകുമോ എന്ന ഭയത്തിൽ ഇരിക്കുന്നവരെ എന്നെ കേൾക്കുന്നുണ്ടോ? ഏതൊക്കെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ദൈവദാസനെ ഞാൻ തോറ്റുപോകും, എൻ്റെ എക്സാം പരാജയപ്പെടും, എൻ്റെ ജീവിതം പരാജയപ്പെടും, എൻ്റെ കുടുംബം പരാജയപ്പെടും, എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് ആരെങ്കിലും ഈ പകൽക്കാലം പറയുന്നുണ്ടോ? ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുക, എല്ലാ പരാജയത്തിന്റെ സ്പിരിറ്റുകളും വഴിമാറട്ടെ. ദൈവിക വിജയം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ. അതേ പ്രിയരെ, ഇസ്രായേൽ കൂടാരത്തിനകത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ തോൽവിയുടെ വെല്ലുവിളിയുമായി ഒരുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാ താഴ്വരയിൽ ഒരുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നീണ്ട നിരരാത്രങ്ങൾ പരാജയം മുന്നിൽ കണ്ട് ഇസ്രായേൽ നിൽക്കുമ്പോൾ, ഇസ്രായേലിന്റെ പ്രഥമ രാജാവായ ശൗൽ പോലും, യുദ്ധത്തിൽ വീരനായ ശൗൽ പോലും, സൈനിക ബലമുള്ള ഇസ്രായേൽ പോലും, ഇസ്രായേലിന്റെ സകല സൈന്യങ്ങളും പതറി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരുവൻ എഴുന്നേറ്റ് വരികയാണ്. അവിടെ വചനം ഇങ്ങനെ പറയുന്നു, എല്ലാ താഴ്വരയിൽ ബാലനായ ദാവീദ്, ഹല്ലേലൂയ, ബാലനായ ദാവീദ് അവൻ എഴുന്നേറ്റ് വരികയാണ്. അവന്റെ ഒരു ധൈര്യം കണ്ടോ, ഇസ്രായേൽ ജനം മുഴുവനും യുദ്ധം ഭയപ്പെട്ട് മല്ലനായ ഗോലിയാത്തിനെ തകർക്കുമെന്ന്, മുൻപിലുള്ള പ്രതിസന്ധി ഞങ്ങളെ തോൽപ്പിച്ചു കളയുമെന്ന്, ഞങ്ങളെ പരാജയപ്പെടുത്തും ൊക്കെ ചിന്തിച്ച് ഒരു രാജ്യം മുഴുവനും, ശ്രദ്ധിക്കണമേ, ഒരു രാജ്യം മുഴുവനും പരാജയ ഭീതിയിലിരിക്കുമ്പോൾ ഒരുവൻ എല്ലാ താഴ്വരയ്ക്കകത്തുനിന്ന് കയറി വരികയാണ്. അവന്റെ മുൻപിൽ പരാജയത്തിന്റെ കെട്ടുകഥകൾ, പരാജയത്തിന്റെ കണ്ണുനീരിന്റെ കാഴ്ചകൾ, അവന്റെ കൂടെയുള്ളവർ, അവന്റെ ദേശത്തുള്ളവർ, അവന്റെ രാജ്യത്തുള്ളവർ, എന്തിനേറെ രാജാവ് പോലും പരാജയ ഭീതിയിൽ നിൽക്കുമ്പോൾ ഒരുവൻ ധൈര്യത്തോടെ കയറി വരികയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ നിങ്ങളെ എൻകറേജ് ചെയ്യട്ടെ, നിങ്ങളുടെ കൂടെയുള്ളവർ പരാജയത്തിന്റെ ഭയത്തിലായിരിക്കുക, നിങ്ങളെക്കാൾ പഠിക്കുന്നവർ പരാജയത്തിന്റെ ഭയത്തിലായിരിക്കുക, നിങ്ങളെക്കാൾ കഴിവുള്ളവരും പണമുള്ളവരും പദവിയുള്ളവരും ഈ ലോകത്തിന്റെ മുൻപിൽ എടുത്തു പറയാൻ ശ്രേഷ്ഠത പലതുമുള്ള പലരും പരാജയത്തിന്റെ ഭയത്തിലായിരിക്കുക. ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഇന്ന് പകൽക്കാലം ആരെല്ലാം ഭയപ്പെട്ടാലും ഭയപ്പെട്ടു പോകരുത്. കാരണം വിജയിച്ച ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകലിൽ നീ പറയേണ്ട ഒരു സത്യമുണ്ട്, നീ പറയേണ്ട ഒരു ദൈവത്തിന്റെ ആഴമേറിയ ഒരു മർമ്മമുണ്ട്. കാരണം വിജയിച്ചവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെല്ലാം പരാജയപ്പെട്ടാൽ ഞാൻ പരാജയപ്പെടില്ല. ഈ പ്രതിസന്ധിയിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. പ്രിയരെ, ബാലനായ ദാവീദ് എല്ലാ താഴ്വരയിൽ നിന്ന് കയറി വരുന്ന സമയത്ത് ദേശം മുഴുവനും, ഒരു രാജ്യം മുഴുവനും ഭയത്താൽ ഭീതിയാൽ വിറച്ചു നിൽക്കുന്ന സമയത്ത് അവൻ ഭയമില്ലാതെ, ലേശം ഭയമില്ലാതെ, അവന്റെ സഹോദരന്മാർ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ തോൽവിയുടെ ലേശം ഭയമില്ലാതെ അവൻ കയറി വരികയാണ്. കയറി വന്നിട്ട് ആ മല്ലനായ ഗോലിയാത്തിനോട് അധികാരത്തിന്റെ വാക്കുകൾ കൈമാറുകയാണ്. ഈ പകൽക്കാലം പ്രതിസന്ധിയെ നോക്കി പറയാൻ കഴിയുമോ? അയ്യോ, ഭയപ്പെടുന്ന വാക്കുകളല്ല. ആരോ പറയുന്നു, ഇന്നലകളിൽ ഭയപ്പെട്ട ഏതോ വാക്കുകൾ പറഞ്ഞ് ആരോക്കിയിരിക്കുന്നുണ്ട്. അയ്യോ, ഈ പ്രതിസന്ധി എന്നെ തകർത്ത് കളയുമോ, എന്റെ ജീവിതത്തെ തകർത്ത് കളയുമോ, എന്റെ ഭാവിയെ ഉടച്ചു കളയുമോ, എന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഞാൻ ഇങ്ങനെ തകർന്നു പോകുമോ, ഇങ്ങനെ ഞാൻ മുടിഞ്ഞു പോകുമോ, എന്റെ കുടുംബം ഇങ്ങനെ തകർന്നു പോകുമോ, ഈ രോഗത്താൽ ഞാൻ തകർന്നു പോകുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അഭയത്തെ ശാസിച്ചിട്ട് ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. പ്രതിസന്ധിയെ നോക്കി പറ, പ്രതിസന്ധിയെ, ഇന്നലെ വരെ നീ എന്നെ ഭയപ്പെടുത്തിയേക്ക, ഇന്നലെ വരെ നീ എന്നെ ഭീതിപ്പെടുത്തിയേക്ക, പ്രതികൂലമേ, ഇന്നലെ വരെ എനിക്ക് നിന്നെ ഭയമുണ്ടായിരുന്നു, ഈ പകൽ എനിക്ക് നിന്നെ ഭയമില്ല. കാരണം എന്റെ കൂടെയുള്ളവർ ഈ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണ്, അവൻ ജയിച്ചവനാണ്. ആ ദൈവം എന്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെടുന്നില്ല. ഈ പകൽക്കാലം പറയാൻ കഴിയുമോ? പ്രതിസന്ധികളോട്, ഇന്നലകൾ വരെ ദൈവത്തോട്
നൂറുകണക്കിന് പ്രതിസന്ധികളെ പറ്റി നീ പറഞ്ഞായിരിക്കാം, കർത്താവേ ഇന്ന വിഷയം എനിക്ക് ചെയ്തു തരണേ, ഇന്ന പ്രതിസന്ധിയുണ്ട്, ഇന്ന പരിഹാരം എനിക്ക് തരണേ. ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാം, ഒന്ന് തിരിച്ചു പറയാൻ തുടങ്ങ്. ഇന്നലെ വരെ ദൈവത്തോട് പറഞ്ഞു ഇന്ന പ്രതിസന്ധി ഉണ്ടെന്ന്, ഇന്ന പ്രതികൂലം ഉണ്ടെന്ന്, ഇന്ന വിഷയം എനിക്ക് പരിഹരിക്കപ്പെട്ട് തരണമെന്ന്. പക്ഷെ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുക. ഈ പകലൊന്ന് തിരിച്ചു പറയുക. പ്രതിസന്ധികളോട് പറ, എനിക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ട്. അല്ല, എനിക്ക് എന്നെ ജയിപ്പിക്കാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം പ്രതിസന്ധികളെ നോക്കി എനിക്ക് ജീവനുള്ള ദൈവമുണ്ടെന്ന്, എന്നെ ജയിപ്പിക്കാൻ ശക്തനായ ദൈവമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു പ്രതിസന്ധികളും ഈ പകൽക്കാലം വഴിമാറും കേട്ടോ. ആത്മാവിൽ ഞാൻ പ്രവചിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് ചില തോൽവിയുടെ സ്പിരിറ്റുകൾ, ചില ഭയത്തിന്റെ സ്പിരിറ്റുകൾ, ചില തകർച്ചയുടെ സ്പിരിറ്റുകൾ ആത്മാവിൽ ഈ പകൽക്കാലം ബ്രേക്ക് ചെയ്യുകയാണ്. വിശ്വസിക്കാൻ കഴിയുമോ? ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ ഈ ദൂത് കൈമാറുന്ന സമയത്ത് വ്യത്യസ്തമായ ചില ദൈവിക ഫേവറുകൾ, ചില ദൈവിക കരുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. വിശ്വസിക്കുക, ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. പ്രിയരെ, ഏലാ താഴ്വരയ്ക്കകത്തുനിന്ന് അഭിഷേകത്തിന്റെ നിറവിൽ ഒരുവൻ കയറി വരിക. അവൻ ബാലനാണ്. അവന്റെ ധൈര്യം കണ്ടോ? പ്രതികൂലത്തെ ഭയപ്പെടാതെ, പ്രതിസന്ധികളെ ഭയപ്പെടാതെ. പ്രതിസന്ധിയെ ഭയപ്പെടരുത് കേട്ടോ, പ്രതികൂലത്തെ ഭയപ്പെടരുത് കേട്ടോ. അവൻ കയറി വരികയാണ്. ഈ പകൽക്കാലം ജേർണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ എപ്പിസോഡിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. പ്രതിസന്ധിയെ ഭയപ്പെടാതെ ഒന്ന് സ്റ്റെപ്പിനെടുത്ത്, പ്രതികൂലത്തെ ഭയപ്പെടാതെ ഒന്ന് സ്റ്റെപ്പിനെടുത്ത്, പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടാതെ ഒന്ന് സ്റ്റെപ്പിനെടുത്ത്. ഈ പകൽക്കാലം ജയം നിന്റെ കൂടെ വെളിപ്പെടും. ജയം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ജയം നിന്റെ ഭാവിക്കകത്ത് വെളിപ്പെടും. ഞാൻ ഒരു പ്രവചനാത്മാവ് വെളിപ്പെടും ആത്മാവിൽ കൈമാറുക. പ്രതിസന്ധി എത്ര വലുതായിക്കൊള്ളട്ടെ, പ്രതികൂലം എത്ര വലുതായിക്കൊള്ളട്ടെ, സാരമില്ലെന്നേ, ജയം നിന്റെ കൂടെ വെളിപ്പെടും. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ പകൽക്കാലം ഏലാ താഴ്വരയിൽ നിന്ന് അഭിഷേകത്തിന്റെ നിറവിൽ ഒരുവൻ കയറി വരികയാണ്. അവൻ എടുത്തു പറയാൻ ആയുധബലമില്ല, അവൻ എടുത്തു പറയാൻ സൗന്ദര്യമില്ല, അവൻ എടുത്തു പറയാൻ ആരോഗ്യമില്ല. ഈ പകൽക്കാലം എടുത്തു പറയാൻ നിനക്കൊന്നും കാണില്ല. ഒരുപക്ഷെ ചെറ്റപ്പുരയ്ക്കകത്തായിരിക്കാം നീ കിടക്കുന്നത്, ശൂന്യമായ മേഖലകൾക്കകത്തായിരിക്കാം കിടക്കുന്നത്. ഒരു വ്യക്തി പോലും നിനക്ക് നല്ല വാക്ക് പറഞ്ഞു തരാൻ ആരും കാണില്ല. ഒരു വ്യക്തി പോലും നിന്നെ എൻകറേജ് ചെയ്യാൻ ഒരു വ്യക്തിയും കാണില്ല. പക്ഷെ ഞാൻ നിന്നെ എൻകറേജ് ചെയ്യുക. ദൈവം നിന്നെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കൂടെ ആരുമില്ലേലും ദൈവം നിനക്ക് തുണ നിന്ന് കഴിഞ്ഞാൽ നിന്റെ കൂടാരത്തിൽ വിജയം വ്യാപരിക്കും. ഏലാ താഴ്വരയ്ക്കകത്തുനിന്ന് കയറി വരുമ്പോൾ ആ ബാലന്റെ കയ്യിൽ അവൻ തോട്ടിൽ നിന്നെടുത്ത 5 കല്ലും ഒരു കവണയും മാത്രവുമായി അവൻ കയറി വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും വലിയ മല്ലനായ ഗോലിയാത്ത് അവന്റെ മുൻപിൽ വെറും കവണയും 5 കല്ലുമായി കയറി വരികയാണ്. അവന്റെ ധൈര്യം കണ്ടോ? പലരും ഈ ധൈര്യം നമ്മിൽ കുറഞ്ഞു പോയതാ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന ആ ഒരു ഹോപ്പ്നെസ്, ആ ഒരു പ്രത്യാശ, ആ ധൈര്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വരാൻ കാരണം. ഈ പകൽക്കാലം ആത്മാവിൽ ഒരു ധൈര്യം കൈവരിക്കുക. ആരെല്ലാം തകർന്നാലും നീ തകരില്ല, ആരെല്ലാം തീർന്നു പോയാലും നീ തകരില്ല. ആത്മാവിൽ ധൈര്യം കൈവരിച്ച് ഒരുവൻ കയറി വന്നിട്ട് പറയുന്ന ഒരു പദമുണ്ട്, ഗോലിയാത്തെ നീ ശക്തനായിരിക്കാം, നിന്റെ കൂടെ ഒരു രാജ്യം കണ്ടേക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം എന്റെ കൂടെ ഒരു രാജ്യമുണ്ടെന്നല്ല പറഞ്ഞ്, നീ പരിഹസിച്ച, നീ നിന്ദിച്ച, നീ എതിരു പറഞ്ഞ അതേ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ കൂടെ വരികയാണ്. അതേ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിനക്കെതിരായി വരികയാണ്. കാരണം എന്തെന്നറിയാമോ? അവൻ സർവശക്തനായ ദൈവം. നിന്നിലുള്ളവരെക്കാൾ എൻ്റെ കൂടെയുള്ളവൻ ശക്തൻ. ഈ പകൽക്കാലം നീ ആത്മാവിൽ പറയാൻ കഴിയുമോ? ആരെല്ലാം നിനക്കെതിരായി തിരിഞ്ഞാലും, ഏതെല്ലാം വ്യക്തികൾ നിനക്കെതിരായി തിരിഞ്ഞാലും, ആത്മാവിൽ ഞാൻ പറയട്ടെ പ്രിയരെ, നിന്റെ കൂടെയുള്ള ദൈവം അവരിലുള്ളവരെക്കാൾ ശക്തനാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്ന ഒരു പദമുണ്ട്, ജയിക്കുന്നവന്. ഹല്ലേലൂയ. പല 7 സഭകളിൽ വ്യത്യസ്തമായ വിജയം പറയുന്നുണ്ട്. ജയിക്കുന്നവനെ ഞാൻ ആലയത്തിന്റെ തൂണാക്കും, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്മാൻ കൊടുക്കും. വായിച്ച വാക്യം ഇങ്ങനെയാണ്, ജയിക്കുന്നവന് സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിന്റെ അടുക്കൽ ഇരിക്കുന്നത് പോലെ
അതേ പ്രിയരെ, ഇന്ന് പകൽക്കാലം തോൽവി വരത്തില്ലെന്നല്ല, പരാജയം വരത്തില്ലെന്നല്ല, പക്ഷെ ആത്യന്തികമായ വിജയം നിന്റെ കൂടെയാണ്. കാരണം ജയിച്ചവനാണ് നിന്റെ കൂടെയുള്ളത്, ജയിച്ചവനാണ് നിന്റെ കൂടെയുള്ളത്. ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആമേൻ പറഞ്ഞ് ദൂത് സ്വീകരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു പദം എൻ്റെ കൂടെ ചേർന്ന് പറയാൻ കഴിയുമോ? ഞാൻ പരാജയപ്പെടില്ല, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, എൻ്റെ കുടുംബം ജയിക്കും. ഈ പകൽക്കാലം ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ നടക്കാൻ പോകുകയാണ്. I will start my journey with my Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനോട് കൂടെ ഈ പകൽക്കാലം സഞ്ചരിക്കാൻ പോകുക. 24 മണിക്കൂറും ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ നടക്കാൻ പോകുക. കാരണം എൻ്റെ ചില തോൽവികളെ അവൻ ജയമാക്കുന്ന പകലാണ്, എൻ്റെ ചില വേദനകളെ അവൻ ജയമാക്കുന്ന പകലാണ്. വിശ്വസിക്കുക, ഈ വചനം ഞാൻ റിലീസ് ചെയ്യുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗമേ, ഈ പകൽക്കാലം ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. ഞങ്ങൾ കേട്ടതുപോലെ ജയിക്കുന്നവന് ഈ കുടുംബം, ഈ വ്യക്തിപരമായ ജീവിതത്തെ, ആമെ കുടുംബപരമായ ജീവിതത്തെ, ആമെ ഞങ്ങളുടെ ആലയങ്ങളുടെ മേൽ, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ, ഞങ്ങളുടെ ഓരോ അഭിഷിക്തന്മാരുടെ മേൽ, ഞങ്ങളുടെ ആയിരിക്കുന്ന ഓരോ മേഖലകളുടെ മേൽ ദൈവത്തിന്റെ ജയം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ ഈ ജനത്തിന്റെ മേൽ കൈമാറുകയാണ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്, ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇൻ ദി നെയിം ഓഫ് ജീസസ്. അത് അവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. ഈ പകൽക്കാലം ഞാൻ ആഴമായി ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. വലിയ ദൈവിക വിജയങ്ങൾ വെളിപ്പെടട്ടെ, എക്സാമുകളുടെ വിജയങ്ങൾ വെളിപ്പെടട്ടെ, ഉപജീവന മേഖലകൾക്കകത്ത് വിജയം വെളിപ്പെടട്ടെ. ഓ രാമാനധരകൾക്കവ ശാരീരിക മേഖലകൾക്കകത്ത് വിജയം വെളിപ്പെടട്ടെ. ചില രോഗങ്ങൾ ഈ പകൽക്കാലം ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വങ്ങൾ വെളിപ്പെടട്ടെ. കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. ഈ പകൽക്കാലം സ്വർഗമേ ഈ ജനത്തെ അനുഗ്രഹിക്കും. ഈ പകൽ അവർ അത്ഭുതങ്ങളിൽ നടക്കട്ടെ, അവർ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയട്ടെ, സാക്ഷ്യങ്ങൾ കമന്റ് ചെയ്യട്ടെ. നിഗന്ധനാരികൾക്ക് ഈ സന്ദേശം അവരുടെ മേൽ ആഴമായി വെളിപ്പെട്ടെന്ന് അവർ ഞങ്ങളെ വിളിച്ചറിയിക്കട്ടെ. വലിയൊരു ഡെലിവറൻസ് ആ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടണം. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലെറ്റ് us start our journey with Holy Spirit. God bless you. Amen.